കുവൈറ്റിലും സമീപ പ്രദേശങ്ങളിലും സ്ഫോടനങ്ങളും ചരക്ക് കപ്പലിന് നേരെയും ആക്രമണവും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യ കത്തുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ മധ്യേഷ്യയിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നു. കുവൈറ്റിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനൊപ്പം ലോകത്തിലെ പ്രമുഖ ഊർജ്ജ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണവും ഉണ്ടായി. വടക്കൻ കുവൈത്തിലെ US സൈനിക കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനുമായും കുവൈറ്റുമായും അതിർത്തി പങ്കിടുന്ന ഇറാഖിലെ ബസ്ര പ്രവിശ്യയിൽ വലിയ തോതിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന് പിന്നാലെ മേഖലയിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടൽപാതകളിൽ ആക്രമണം ശക്തമായതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്ത് സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ബാധിക്കുമെന്ന ഭീതിയിലാണ് വിപണി. സ്ഥിതിഗതികൾ അന്താരാഷ്ട്ര ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം ഇറാനുമേലുള്ള കടുത്ത സൈനിക നീക്കങ്ങൾക്കിടയിൽ നിർണായക വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരവും സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെയും തങ്ങൾ തമ്മിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും ഇറാൻ ശക്തമായി നിഷേധിച്ചു. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഒരു കരാറിൽ ഒപ്പിടാനുള്ള ഇറാനിയൻ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ അവസരമാണിതെന്നും അല്ലാത്ത പക്ഷം കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നതെന്നും രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ ആണവ നിരായുധീകരണത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖൈ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കാനിട്ടില്ലെന്നും ഒമാന്റെ മധ്യസ്ഥതയിൽ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചർച്ച മാത്രമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഇറാഖിൽ മതപരമായ തീർത്ഥാടനത്തിലാണെന്നും ഈ ആഴ്ച അവസാനിക്കുന്നതുവരെ ചർച്ചകൾക്ക് ലഭ്യമാകില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചു. തങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവസാന ഒരു അവസരം കൂടി നൽകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. എങ്കിലും ഒരു കരാറോ അല്ലെങ്കിൽ സമ്പൂർണ്ണ കീഴടങ്ങലോ അല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നും ഇറാന് ഒരിക്കലും ആണവായുധം നേടാൻ അനുവാദം നൽകില്ലെന്നും ട്രംപ് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഖത്തർ ഇപ്പോൾ ഇറാനേക്കാൾ ഇസ്രായേലിന് കൂടുതൽ അപകടകാരിയായ ശത്രുവാണെന്ന് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് വ്യക്തമാക്കി. ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.